എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഒരു വ്യക്തി തനിക്ക് ലഭിച്ച ക്ഷമയുടെ ആഴം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ക്ഷമിക്കുന്നവനോടുള്ള അവരുടെ സ്നേഹം വർദ്ധിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ശ്രവിക്കാം. ലൂക്കോസ് 7:47. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഈ വാക്യം യേശു ശിമോൻ എന്ന പരീശന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണത്തിന്റെ ഭാഗമാണ്. മേശയിൽ ഇരിക്കുമ്പോൾ പാപിയായ ഒരു സ്ത്രീ വന്ന് പലപ്പോഴും അറിയപ്പെടുന്ന ഒരു സ്ത്രീ വീട്ടിൽ പ്രവേശിച്ചു. യേശുവിനെ സമീപിച്ചു. അവൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശി തൻ്റെ മുടി കൊണ്ട് തുടച്ചു കരയാൻ തുടങ്ങുന്നു. ഇത് കണ്ട പരീശൻ സ്ത്രീയുടെ പ്രശസ്തി അറിയാവുന്നതിനാൽ പരീശനായ ശിമോൻ ഇതിൽ അമ്പരന്നു. യേശു യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ അവൾ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് അവൻ അറിയാമായിരുന്നു എന്ന് അയാൾ സ്വയം ചിന്തിക്കുന്നു. ശിമോന്റെ ചിന്തകളെ അറിയുന്ന യേശു പണമിടപാടുകാരന് പണം കടം കൊടുത്ത 2 ആളുകളുടെ ഉപമ അവനോട് പറയുന്നു. തുടർന്ന് തൻ്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സ്ത്രീയുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രവർത്തികൾ വിശദീകരിക്കുന്നു. അത് അവളുടെ ക്ഷമയെക്കുറിച്ചുള്ള അവളുടെ ധാരണയിൽ നിന്നൊഴുകുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്ഷമയും സ്നേഹവും തമ്മിലുള്ള ബന്ധം ഈ വാക്യം വെളിപ്പെടുത്തുന്നു. യേശുവിനോടുള്ള സ്ത്രീയുടെ ആഴമായ സ്നേഹം തനിക്ക് ധാരാളം ക്ഷമ ലഭിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവിനോടുള്ള പ്രതികരണമാണ്. തന്നെ നീതിമാനും ക്ഷമയുടെ ആവശ്യമില്ലാത്തവനുമായി കാണുന്ന ശിമോനുമായി യേശു അവളെ താരതമ്യം ചെയ്യുന്നു. യേശുവിനോട് സ്നേഹമോ നന്ദിയോ കുറവാണ്. ഒരു വ്യക്തി തനിക്ക് ക്ഷമയുടെ ആഴം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ക്ഷമിക്കുന്നവനോടുള്ള അവൻ്റെ സ്നേഹം വർദ്ധിക്കുന്നു എന്നതാണ് ഈ വാക്യത്തിൻ്റെ കാതലായ സന്ദേശം. ആ സ്ത്രീയുടെ പ്രവൃത്തികൾ തനിക്ക് ലഭിച്ച ക്ഷമയോടുള്ള അവളുടെ ആന്തരിക നന്ദിയുടെ ഭാഗ്യ പ്രകടനമാണ്. യേശുവിനോടുള്ള അവളുടെ സ്നേഹം അവൾക്ക് എത്രമാത്രം ക്ഷമ ലഭിച്ചു എന്നതിൻ്റെ നേരിട്ടുള്ള ഫലമാണ്. ദൈവത്തിൻ്റെ കരുണയുടെയും ക്ഷമയുടെയും ആഴം ഗ്രഹിക്കാൻ കഴിയാത്തതിനാലാണ് പരീശനായ ശിമോനെ സ്ത്രീ കാണിക്കുന്ന അതേ തരത്തിലുള്ള സ്നേഹമോ ബഹുമാനമോ യേശുവിനോട് കാണിക്കാത്തത്. ക്ഷമയുടെ ആവശ്യകത നാം തിരിച്ചറിയണം. യേശുവിനോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ സ്നേഹം നമുക്ക് ഇതിനകം ലഭിച്ചിട്ടുള്ള കൃപയ്ക്കും ക്ഷമയ്ക്കുമുള്ള ഒരു പ്രതികരണമാണ്. യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം പരിശോധിക്കുക. അതിൽ കുറവുണ്ടെങ്കിൽ അവൻ്റെ ക്ഷമയുടെ ആഴം നമ്മൾ ശരിക്കും മനസ്സിലാക്കി എന്ന് പരിഗണിക്കേണ്ടതാണ്. സ്നേഹപിതാവേ, അവിടുത്തെ ക്ഷമയെ നാം എത്രത്തോളം മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ സ്നേഹം വർദ്ധിക്കുമെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.